അടിയും നല്ലതല്ല, പോസ്റ്റർ ഇതൊന്നും നല്ലതല്ല. പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കളുടെ മനസ്സ് എങ്ങനെയാണ്? അത് തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടായി. ഇപ്പോൾ കെ സുധാകരനൊക്കെ താങ്കളെ വന്ന് കണ്ടു, താങ്കൾ വീണ്ടും സജീവമായ രംഗത്തുണ്ടാവും എന്നുള്ളതാണ്. ഏത് പോസ്റ്റിലേക്കും താങ്കൾ യോഗ്യനാണ്. KPCC അധ്യക്ഷനാകുമ്പോൾ KPCC അധ്യക്ഷൻ, വയനാട് സീറ്റ് വേണമെങ്കിൽ വയനാട് സീറ്റ്. അപ്പോൾ അത്രയും പാർട്ടി മുന്നോട്ട് ഓഫർ വെക്കുമ്പോൾ ഇനിയും സജീവമാവില്ല എന്ന് പറയുന്നത് അല്ല, അതിൻ്റെ ആവശ്യമില്ല. കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാർ. എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ, കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷൻ, അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം മാറിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 20-ൽ 18 സീറ്റ് കിട്ടുകയും 110ഓളം സീറ്റുകളിൽ കോൺഗ്രസ് UDF ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറയും, ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയാണ്. അപ്പം അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനം എടുക്കേണ്ട പാർട്ടി. അത് തരേണ്ട ആവശ്യമില്ല. ഈ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വയനാട് ലോക്സഭാ സീറ്റാണ് മറ്റു ലീഗ് ഉൾപ്പെടെ വയനാട് ലോക്സഭാ സീറ്റിലേക്ക് കേരളത്തിൽ പരിഗണിക്കാൻ. ഞാൻ പറയാം, ഒരു എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നുവെന്ന് കേൾക്കുന്നു. രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോയില്ല. കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ളവരാണ്. ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായി ചോദിച്ചാൽ. തൃശ്ശൂരിലെ തോൽവിക്ക് കാരണം എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കത്തോലിക്ക സഭ വോട്ട് മറിച്ചോ? വോട്ട് മറച്ചതല്ല, അവരുടെ വോട്ടിൽ വിള്ളലുണ്ടായി. വോട്ട് മറയ്ക്കലല്ല. വോട്ട് മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറയ്ക്കലെന്ന് പറയും. ഇതല്ല, അവരുടെ നിലപാട് BJPക്ക് അനുകൂലമായിരുന്നു. തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവരിൽ യങ് ജനറേഷൻ ഉണ്ടായി. പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടി. ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല. അതങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ടെന്നുള്ള എൻ്റെ അർത്ഥം. മുരളീധരനെ പോലെ ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കണം. അതുകൊണ്ടൊന്നും അല്ലാതെ പറ്റും. ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ കാര്യം. ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കഴിഞ്ഞ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പരാതി ഇട്ട് പറയൂല. എൻ്റെ അഭിപ്രായം, ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ്റെ ആവശ്യമില്ല. അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും. തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും. അത് സംഘടനയ്ക്ക് നല്ലതല്ല. മാത്രമല്ല, അന്വേഷണം നടത്തിയോണ്ട് ഒരു കാര്യമില്ല. പല അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരാളാണല്ലോ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇങ്ങനെ ഇനി മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരു അച്ചടക്കമുള്ള പ്രവർത്തകന് ചേർന്നതാണോ? ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയ ആളാണ് ഈ സജീവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ അടികൊണ്ട് കിടക്കുക. അപ്പോൾ അവിടെ DCCയിൽ സ്വീകരിച്ചു കൊണ്ടുപോയൊക്കെ അടി കിട്ടുന്നു. DCC പ്രസിഡന്റ് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ DCC തന്നെ കൃത്യമായൊരു പിന്തുണ നൽകി. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിൻ്റെ ഒരു വികാരപ്രകടനമായിട്ട് മാത്രം കണ്ടാൽ മതി. അതല്ലാതെ അതിൽ ശരി തെറ്റുകൾ പറഞ്ഞ് ഇനി സംഘടന കൂടുതൽ തളരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, തോറ്റതിൻ്റെ വികാരമാണെങ്കിൽ എല്ലാവർക്കും ഒരേ വികാരമല്ലേ വേണ്ടത്? ഇത് ചെയ്ത് പിന്നെ അല്ലാതെ ഇപ്പോൾ DCC പ്രസിഡന്റ് കയറി ഇനി ആരെ തല്ലാനാണ്? DCC പ്രസിഡന്റ് വോട്ടർമാരെ പോയിട്ടല്ല. വികാരപ്പെടണം, അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും. അത് തീർന്നു. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല. അത് തീരുമാനിക്കേണ്ട KPCC പ്രസിഡന്റാണ്. അല്ല, അതുപോലെയുള്ള ഭാരവാഹികൾ നേതൃത്വ സ്ഥാനത്ത് തുടർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ക്ഷീണമല്ലേ ഉണ്ടാവുക? അതൊക്കെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളക്കളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതൊക്കെ ജനങ്ങൾ ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ. അത്ര ഞാൻ പറഞ്ഞു. ആര്? ഞാനിത് വിമതസ്വരാണോ?
പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണോ വിമർശനം? വരും ദിവസങ്ങളിൽ കെ മുരളീധരന്റെ കോൺഗ്രസിന്റെ റോൾ എന്തായിരിക്കും? ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ സജീവമായിട്ട് കേരളത്തിലുണ്ട്. ഈ വടകരയിൽ നിന്ന് മാറ്റി ഒരു തോൽപ്പിച്ചു എന്നുള്ളൊരു വികാരം ഉണ്ടോ? അല്ല, അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അതാണ് ഈ ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം. ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുമോ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണം. ഇനി ജയിക്കണമെങ്കിൽ മുരളീധരൻ ബി.ജെ.പിയിലേക്ക് വരണമെന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. മറുപടി എന്താ? മറുപടി അതിലെന്നാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്ന, അതിൽ വീട്ടിലിരിക്കുന്ന നല്ലത്. ഇത്രയും സഹായിച്ച ഒരു പാർട്ടീനെ തള്ളി പറയുന്നത് അത് കെ മുരളീധരൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ വടകരയിൽ വന്നു, നേമത്ത് പോയി, ഇപ്പോൾ തൃശ്ശൂർ പോയി. സ്റ്റാർ കാൻഡിഡേറ്റാണ് എല്ലായിടത്തും പോയത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അത് തന്നെ. ഇനിയിപ്പോൾ എല്ലാം പോയെങ്കിലും ഈ വീടുണ്ടാവുമല്ലോ, അത്ര മതി.